ഹല്ലേലൂയ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? ഭാരം പ്രയാസങ്ങൾ ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം, ഭാരം പ്രയാസങ്ങൾ ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനെ. തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനെ. കണ്ണുനീർ മാറി വേദനകൾ എന്നോ മാറുമോ? കണ്ണുനീർ മാറി വേദനകൾ എന്നോ മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുമായി ഒരുമിച്ച് 2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് ദൈവജനത്തോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സൺഡേ സർവീസിൽ ആമേൻ മധ്യപ്രദേശിലെ വിവരങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അന്ന് ആമേൻ ഉണ്ടാകുമല്ലോ, അന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കടന്നുപോയ ഓരോ മേഖലയിലും കർത്താവിൻ്റെ അളവറ്റ സാന്നിധ്യം ഞങ്ങളോടൊപ്പം കൂടെ ഇരുന്നു. ആമേൻ. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ചത്. ഒത്തിരി പേർ പട്ടുപോയ സ്ഥാനത്ത്, ഒത്തിരി പേർ വീണുപോയ സ്ഥാനത്ത് അധികാരത്തോടെ ചെന്ന് നിൽക്കുവാൻ കർത്താവ് പറഞ്ഞതിനെ ലജ്ജയോടെ ആമേൻ മാറ്റി നിർത്താതെ, ആമേൻ ലജ്ജ കൂടാതെ ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ, വലിയൊരു അധികാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ആമേൻ മനസ്സിലാക്കുവാനും ഒക്കെ കർത്താവ് അവസരം നൽകി. ആമേൻ. ഞാൻ ചിന്തിക്കുന്നു അത് കർത്താവ് തന്ന ആമേൻ വലിയൊരു അവസരമാണ്, അത് വലിയൊരു പദവിയാണ്. അതിനെ ഞാൻ ഇന്ന് പകലിലും ആമേൻ അവിടെയുള്ള ഓരോ ദിവസങ്ങളും ആമേൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ ആമേൻ ഓരോ രീതികളും വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടിലെ ആമേൻ രീതികൾക്കനുസരിച്ച്, കൾച്ചറുകൾക്കനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നു. മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കൾച്ചറുകൾ, അവിടുത്തെ രീതികൾ, അവിടുത്തെ മെത്തേഡുകൾ അതൊക്കെയും ആമേൻ കൺകുളിർക്കെ കാണുവാൻ കർത്താവിനെ അവിടെയൊക്കെയും കേരളത്തിലുള്ളവർക്ക് കർത്താവ് തന്ന സ്വാതന്ത്ര്യത്തെ ഓർത്ത് സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരമൊരുക്കി. ഇന്ന് പകലിലും ആമേൻ ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ ആമേൻ ഞാൻ ചിന്തിച്ചു, കർത്താവെ എന്താണ് ഞാൻ മെസ്സേജ് പറയേണ്ടത്, എന്താണ് കാരണം? കഴിഞ്ഞ ആമേൻ 10
ദിവസം കൊണ്ട് ഞങ്ങൾ റെസ്റ്റ് ഇല്ലാതെ ആമേൻ ആമേൻ പ്രാർത്ഥനയും ആമേൻ ദൈവാലോചനകൾ പറയുവാനും ആമേൻ മെസ്സേജും ഒക്കെ ആയിട്ട് ആമേൻ റെസ്റ്റ് ഇല്ലാതെ ഓട്ടമായിരുന്നു. ആമേൻ എങ്കിലും ആമേൻ ഒരു പക്ഷത്ത് ദൈവം ഞങ്ങളെ റെസ്റ്റിന് വേണ്ടി കൊണ്ടുപോയി. ആമേൻ വീട്ടിലെ ചില സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ എവിടെ കൊണ്ടുപോയി. പക്ഷേ കർത്താവിൻ്റെ വേലയിൽ ശക്തിയോടെ അവിടെ നിൽക്കുവാൻ കർത്താവ് ബലം നൽകി. ഒത്തിരി സമയങ്ങൾ പ്രാർത്ഥിക്കുവാൻ, ഇതുവരെയും ഇല്ലാത്ത പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ സഹായിച്ചു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ വെള്ളിയാഴ്ച മുതൽ ആമേൻ വെള്ളിയാഴ്ചത്തെ ലൈവിൽ ജോയിൻ ചെയ്യണമല്ലോ, മെസ്സേജ് കൊടുക്കണമല്ലോ. ഞാൻ എന്താണ് കർത്താവെ പറയേണ്ടത്? എന്താണ് ഞാൻ അവരോട് സംസാരിക്കേണ്ടത്? ആമേൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് സംസാരിക്കുവാനിടയായി. ആമേൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, എൻ്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എനിക്കറിയത്തില്ല ഇന്ന് പകലിൽ ആരോ ആർത്തിയോടെ ഭക്ഷിക്കുവാൻ, ആത്മീക മന്ന ഭക്ഷിക്കുവാൻ ആരോ ഇന്ന് പകൽ ഇതിനകത്തും ലൈവിലുമായി ആഗ്രഹിച്ചാരൊക്കെയായിരിക്കുന്നു. അവരോട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി വിളിച്ചു പറയുന്ന ഒരു ദൂതാണ്, എൻ്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഇന്ന് പകലിൽ അധികാരത്തോടെ വായികളെ തുറന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വാസത്തോടെ വിളിച്ചു പറയുവാൻ തയ്യാറാകും. എൻ്റെ ശത്രുക്കൾ കാൺകെ എനിക്കിന്ന് പകലിൽ എൻ്റെ ദൈവം ആമേൻ ഉയർച്ച നൽകുവാൻ പോകുന്നു. എൻ്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുവാൻ പോകുന്നു. എൻ്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. ഏത് പകൽ വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ആരെയൊക്കെ തൊടുന്നുണ്ട്. നിന്റെ ശത്രുക്കൾ കാൺകെ നിന്നെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന, നിന്നെ മുടിച്ചു കളയുവാൻ വെല്ലുവിളിക്കുന്ന, ശുശ്രൂഷയിൽ നിന്നെ താഴെ ഇടുവാൻ വെല്ലുവിളിക്കുന്ന, അതെ നിന്റെ ശത്രുക്കൾ കാൺകെ നിന്നെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന നിന്റെ ശത്രുക്കൾ കാൺകെ പരിശുദ്ധാത്മാവ് നിന്നെ ചില പാതകളിലൂടെ നടത്തുവാൻ പോകുന്നുവെന്ന് ചൂടവന അഥാരഘടക ശബ്ദനാരകൾ കടകസി അർത്ഥപ്രൗഢവന ധീവലഘടക ശബ്ദനാരകൾ പ്രൗഢവന റീഖാവന ശബ്ദനാരകൾ കടകസി. അതെ, പിശാചിന്റെ ചിന്തയിൽ, പിശാചിന്റെ ബുദ്ധിയിൽ ചിന്തിക്കുവാൻ പറ്റാത്ത തരത്തിൽ നിന്റെ ആമേൻ ശത്രുക്കൾ കാൺകെ അവൻ നിനക്ക് ആമേൻ ഒരു മാന്യത നൽകുവാൻ പോവുകയാ. ജൂഡമന ഹദരഘടക ശബ്ദന. ഇതുവരെ നീ വായി കൊണ്ടലച്ചു, ഇതുവരെ നിന്റെ മാനുഷികമായ പദ്ധതിയിൽ നീ മുൻപോട്ട് പോയി. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് മുതൽ മാനുഷിക പദ്ധതിയല്ല വെളിപ്പെടേണ്ടത്, ഇന്ന് മുതൽ നിന്റെ ബുദ്ധി കൊണ്ടല്ല ചലിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചില ചലനങ്ങൾ നിന്റെ കുടുംബത്തിനകത്തേക്ക് വ്യാപരിക്കുന്നു. ജൂഡമന ഹദാരഘടക ശബ്ദന. പിശാചിന്റെ ചിന്തയിൽ എത്തിപ്പെടാത്ത ചില ഉയരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തിനകത്ത് ഒരു മാന്യതയുടെ പുതപ്പ് ശബ്ദന. അതെ, നിന്റെ ശുശ്രൂഷയുടെ മുഖത്ത് ഒരു മാന്യതയുടെ പുതപ്പ് റബലക ശബ്ദനാരകൾ കടകസി അർത്ഥനാരകൾ പ്രൗഢവന. ലജ്ജ കൂടാതെ റിസീവ് ചെയ്യുവാൻ തയ്യാറായ ദൈവം നിന്നോട് എന്ത് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്ത് സംസാരിക്കുന്നു, അത് ലജ്ജ കൂടാതെ ഇന്ന് പകൽ റിസീവ് ചെയ്യുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങുകയാ. ചൂടാമല അന്തനാരകൾ കടകരകടകസി. എനിക്കറിയത്തില്ല ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്, എന്റെ ശത്രുക്കളുടെ മുമ്പാകെ ഞാൻ പരാജയപ്പെട്ടു പോകുമോ. അവൻ എന്തിനു പറയുന്നു വീട്ടിനകത്ത് ശത്രുവാ, എന്തിനു പറയുന്നു നീ പുറത്തിറങ്ങുന്നിടത്ത് ശത്രുവാ, നിന്റെ ചുറ്റിലും ശത്രുവാ, നിന്റെ തൊഴിൽ മേഖലയിൽ ശത്രുവാ, നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി ശത്രുവാ, നിന്റെ തലമുറയുടെ ഭാവിയുടെ മേൽ ശത്രുവാ, അവൻ നിന്റെ തലമുറയുടെ മുൻപിലുള്ള വഴികളുടെ മേൽ ശത്രുവാ. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ തകർക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കിയാലോ ആമേൻ ശത്രുക്കൾ കാൺകെ നിനക്ക് വിരുന്നൊരുക്കുന്ന ദൈവം, നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, ഇന്ന് പകൽ നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി നടന്നാലോ ആമേൻ ഹല്ലേലൂയ അപ്പന്റെ വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കുന്നത് നീ തിരിച്ചറിയുവാൻ പോവുകയാ. ജൂഡാമന അഥാരഘടക ശബ്ദനാരകൾ പ്രൗഢവന അർത്ഥൽഘടക ശബ്ദാരകനാരകാരഘടകസിയ അഥാരഘടക ശബ്ദനാരകൾ പ്രൗഢവന. അതാ ഞാൻ പറഞ്ഞത്, ശത്രുവിന് നിന്നെ കുറിച്ച് ചിന്തിക്കുവാൻ പറ്റാത്ത തരത്തിൽ വലിയൊരു മാന്യതയുടെ പുതപ്പ്, വലിയൊരു മാന്യതയുടെ പുതപ്പ്. ഇത് പകൽ വിജി പറയുന്നതല്ല, എന്റെ കഴിവ് കൊണ്ട് പറയുന്നതല്ല, പരിശുദ്ധാത്മാവ് പറയുന്നു, അതെ നിന്റെ കുടുംബത്തിന്റെ മേൽ ഒരു മാന്യതയുടെ പുതപ്പ് റബലബലബ ശബ്ദരകടകട അർത്ഥനാരകാരഘടക ശബ്ദനാരകൾ പ്രൗഢവന. ചൂട
ജൂഡമന ഹംദനാരകൾ കടകസി. ആമേൻ ഹല്ലേലൂയ. നിന്റെ ശത്രുക്കൾക്ക് മുൻപാകെ ആമേൻ ഒരിക്കലും യോജിക്കത്തില്ലെന്ന് പറയുന്നതിന്, ഒരിക്കലും കാല് കുത്തത്തില്ലെന്ന് പറയുന്നതിന് പരിശുദ്ധാത്മാവ് സറണ്ടർ ആക്കുവാൻ പോകുകയാ. ആ ആലോചന ഇന്ന് പകൽ റിസീവ് ചെയ്യുവാൻ തയ്യാറാണോ? നിന്റെ കുടുംബത്തെ അവൻ സറണ്ടർ ആക്കുവാൻ പോകുകയാ. ജൂഡമന നിന്റെ സ്വയം കഴിവുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ അത് വലിച്ചെറിയുവാൻ തയ്യാറാകും. നിന്റെ ബുദ്ധിയെ, നിന്റെ ജ്ഞാനത്തെ, നിന്റെ വിദ്യാഭ്യാസത്തെ, നിന്റെ സകല പദവികളെയും ഇന്ന് പകൽ അപ്പന്റെ സന്നിധിയിൽ ഒന്ന് വലിച്ചെറിയുവാൻ തയ്യാറാകും. ചൂടമന ഹംദനാരകൾ പ്രൗഢമന അധരഗജനകടക ശബ്ദനാരകൾ കടകസി. ഞാൻ പറയട്ടെ, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുവാൻ കഴിയാത്തത്, നമുക്ക് വിട്ടുകൊടുക്കുവാൻ പറ്റാത്തത്, നമുക്കാണ് ആമേൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ യോഗ്യതയെ ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാത്തത്, നമുക്കാണ് ഞാൻ എന്ന ഭാവത്തെ ദൈവസന്നിധിയിൽ എറിഞ്ഞു കൊടുക്കുവാൻ പറ്റാത്തത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് അഭിമാനമാ പറയാൻ. ആമേൻ, ഞങ്ങൾ ചെന്ന് കണ്ടത് കൊണ്ടാ പറയുന്നത്. കേരളം വിട്ട് അങ്ങോട്ട് പോയ ആമേൻ ഡോക്ടർ എന്നില്ല, ന്യൂറോ സർജൻ ഡോക്ടർ എന്നില്ല, ആമേൻ MBBS പഠിച്ചവനെന്നില്ല, എഞ്ചിനീയർ എന്നില്ല, ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ എന്നില്ല, നേവി ഓഫീസർ എന്നില്ല. ആമേൻ, ഇരിക്കുന്നത് നിലത്ത് ആമേൻ ആമേൻ മുട്ടുകുത്തുന്നത് ദൈവസന്നിധിയിൽ അവന്റെ എല്ലാ കഴിവുകളെയും അറിഞ്ഞു. ഞങ്ങളുടെ ക്രെഡിറ്റ് പറയുന്നതല്ല, ഞങ്ങളുടെ യോഗ്യത പറയുന്നതല്ല, അവന്റെ സകലതും സ്വർഗത്തിലെ സന്നിധിയിൽ വന്നാൽ അതൊന്നും അല്ലേ എന്ന് ഇട്ട് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കും. ആമേൻ. നമുക്കൊക്കെ ആമേൻ നമ്മുടെ കുറെ പണത്തിൻ്റെത്, അല്ലെങ്കിൽ നമ്മുടെ കുറെ നമ്മൾ എവിടെന്നോ ആമേൻ തികച്ചു കിട്ടിയ ചില ആത്മീയത്തിന്റെ പൗരത്വങ്ങളും ആമേൻ ഒന്നും നമുക്ക് ഇട്ടുകളയാൻ വയ്യ. ആന്റിയോട് ചോദിക്കുക, ഇട്ടുകളയുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും. അവർ ഏറ്റെടുക്കാൻ തയ്യാറാകും. നമ്മളൊരു ആലോചന ഇതിനകത്ത് പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം എന്ത്? ഞാൻ എന്തോ ഒരു സംഭവം, ഞാൻ എന്തോ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു സംഭവമാണെന്നുള്ള ആമേൻ ഒരു തോന്നൽ. പക്ഷേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാം അടിയറവ് വെക്കണം. ആമേൻ ഒരു പരിധി കഴിയുമ്പോൾ ആത്മീയവും വിട്ടുകൊടുക്കുവാൻ തയ്യാറാകത്തില്ല. നിന്റെ എല്ലാ യോഗ്യതകളെയോ, നിന്റെ എല്ലാ കഴിവുകളെയോ അപ്പ ഞാനല്ല, എൻ്റെ അപ്പനാണ് എന്നിൽ പ്രവർത്തിക്കേണ്ടത്. ഇട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നത് കർത്താവ് പണിയുവാൻ തുടങ്ങും. പിന്നെ എവിടെ പരിശുദ്ധാത്മാവ് ചിലതൊക്കെ അങ്ങ് ചെയ്യുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല എങ്ങനെയാണ് അവിടുത്തെ ഓരോ നിമിഷവും ആമേൻ ഹല്ലേലൂയ കർത്താവിടെ നിർത്തിയത്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര സാന്നിധ്യം ഞങ്ങളെ ഇങ്ങനെ കർത്താവ് ഒഴുക്കിക്കൊണ്ടു പോവുകയായിരുന്നു. ഞങ്ങൾ നടന്നതല്ല, കർത്താവ് ഞങ്ങളെ അങ്ങ് ഒഴുക്കിക്കൊണ്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇട്ടുകൊടുക്കാൻ ആര് തയ്യാറാകണോ? ആമേൻ. 3 ദിവസത്തെ ട്രെയിൻ യാത്രയിൽ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേ ഞങ്ങളുടെ സകലതും ദൈവസന്നിധിയിൽ അതിനകത്തിരുന്ന് അങ്ങ് കുഴിച്ചിട്ടു. അപ്പൊ ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ ജ്ഞാനം, ഞങ്ങളുടെ കഴിവ്, ഞങ്ങളുടെ മേലുള്ള സകലതിനെയും ഞങ്ങൾ ആമേൻ കൊച്ചുവേളിയിൽ നിന്ന് ആമേൻ ട്രാവൽ ചെയ്യുവാൻ തുടങ്ങുന്നത് മുതൽ അതിനകത്ത് കുഴിച്ചിട്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഇതാ, അപ്പന്റെ നാമം മഹത്വപ്പെടണം. ഞങ്ങളുടെ പേരല്ല, ഞങ്ങളുടെ പുകഴ്ചയല്ല, ഞങ്ങളുടെ പ്രശംസയല്ല, ഞങ്ങളിലൂടെ അപ്പന്റെ നാമം മഹത്വപ്പെടണം. ചൂടാമന ഹംദാരകസിയ. ആമൻ. ഒരു പക്ഷേ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു യോഗ്യത കൊണ്ട് അതിനകത്ത് പോയെങ്കിൽ ഞങ്ങൾ തോറ്റു പിന്മാറി പോന്നേനെ, അല്ലെങ്കിൽ ഞങ്ങളെ ആരെങ്കിലും അങ്ങ് കൊന്നുകളഞ്ഞേനെ. പക്ഷെ സകലതും ദൈവത്തിലിട്ടോ, സകലതും ദൈവത്തിൽ പ്രത്യാശ വെച്ചോ, ഒരു പോരന് പോലും ഏൽക്കാതെ ദൂതന്മാരെ ആ കർത്താവ് കാവൽ ചെയ്ത് അത്രയ്ക്ക് സപ്പോർട്ടീവ് ഉള്ളൊരു സ്റ്റേറ്റിലെ കർത്താവ് ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. ആമൻ. ദൈവത്തിന്റെ കരുണ വലുത്, അപ്പന്റെ ശ്രേഷ്ഠത വലുത്. ആമൻ. ഞങ്ങൾ തകർന്നു കാണുമെന്ന് ഒത്തിരി പേർ ചിന്തിച്ചു. ഒത്തിരി പേർ പറഞ്ഞു പോവരുത്, അവിടെയൊക്കെ കൊന്നുകളയുന്ന സ്ഥലമാ. പ്രിയ ദൈവമക്കളെ, അപ്പന് വേണ്ടി ചാകുന്നെങ്കിൽ ആ സ്ഥലത്ത് പോയി ചാകുന്നത് വലുത്. ആന്റിയോട് ചോദിച്ചാൽ അറിയാം. കാരണം ജീവനെങ്കിൽ ജീവൻ വെച്ച് നിൽക്കുന്ന ചില വിശ്വസ്തന്മാർ അവിടെയുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. നീ വിശ്വസ്തതയോടെ നിൽക്കുമോ? ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നീ നിൽക്കുമോ? അല്പം പോലും അതിൽ നീ വെള്ളം ചേർക്കരുത്. ആ പാലിൽ നീ അല്പം പോലും വെള്ളം ചേർക്കരുത്. ആമേൻ. വർദ്ധനവിന് വേണ്ടി അല്പം പോലും നീ മായം ചേർക്കരുത്. വിശ്വസ്തതയോടെ നിന്നാൽ ചില പട്ടണങ്ങളെ നിനക്ക്
പിടിച്ചടക്കുവാൻ കഴിയും. ചില രാജ്യങ്ങൾ നിനക്ക് കീഴടങ്ങുവാൻ കഴിയും. ശബ്ദന അധാരഘടക ശബ്ദനാരകൾ പ്രൗഢവന. ആമേൻ. പരിശുദ്ധാത്മ വ്യക്തമായി പറഞ്ഞു, അതെ, നിന്റെ ശത്രുക്കൾ കാണുക അവൻ നിനക്ക് വിരുന്നൊരുക്കുവാൻ പോകുന്നു. ആമേൻ. ശത്രു പറയും, നീ ഇപ്പോൾ തകർന്നു പോകും, നീ ഇപ്പോൾ പൊളിഞ്ഞു പോകും, നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോകും. പക്ഷെ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ആ ശത്രുക്കൾ കാണുക നിനക്ക് വിരുന്നൊരുക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വിരുന്നൊരുക്കമുണ്ട്. ലഘുവായ കഷ്ടത്തെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട. ചില ദിവസങ്ങൾക്കുള്ള ആമേൻ ഹല്ലേലൂയ ചില ഞെരുക്കത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ഈ ഞെരുക്കം വലിയൊരു വിരുന്നിന് വേണ്ടിയാ. എനിക്കറിയത്തില്ല, കർത്താവ് പറയുന്നു, ഈ ഞെരുക്കം, ഈ നുറുങ്ങപ്പെടൽ ചില വിരുന്നിന് വേണ്ടിയാ. ശബ്ദന ചില കണ്ണുനീർ താഴ്വരകൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീർ താഴ്വരയൊക്കെ നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി മാറുവാൻ പോകുന്നു. ആരൊക്കെ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുണ്ടോ? എന്തൊക്കെ വിഷയത്തിന് നീ കണ്ണുനീരോടുകൂടെ അപ്പന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുണ്ടോ? നിന്റെ യോഗ്യതകളെ കളഞ്ഞ്, നിന്റെ സ്ഥാനമാനങ്ങളെ കളഞ്ഞ്, നിന്റെ ക്വാളിഫിക്കേഷനുകളെ കളഞ്ഞ് ദൈവസന്നിധിയിൽ ആര് കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ അതിനൊരു പ്രതിഫലം തരുന്ന കർത്താവ്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, നിന്റെ ശത്രുക്കൾ കാണുക നിനക്കവൻ വിരുന്നൊരുക്കുന്നു, നിന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്ന അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും. അതെ, നീ നന്മയുടെ പിന്നാലെ പോണ്ട, നീ ചിലതിന്റെയൊക്കെ പിന്നാലെ പോണ്ട. നിന്നെ തേടി ചില ഓഫറുകൾ കടന്നു വരുന്നു. എനിക്കറിയത്തില്ല, നിന്നെ തേടി ചില ഓഫറുകൾ കടന്നു വരുന്നു, നിന്നെ തേടി ചില നന്മകൾ കടന്നു വരുന്നു. എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നീ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ തേടി, നിന്റെ തലമുറയെ തേടി, നിന്റെ മരുമക്കളെ തേടി, നിന്റെ കുടുംബ ജീവിതത്തിന് വേണ്ടി ചിലതിനെ നിന്നെ തേടി കൊണ്ടുവരുന്ന കർത്താവ്. അതെ, ആമേൻ. നിനക്ക് ചിലത് തേടിക്കൊണ്ടുവരുന്ന ദൈവം, നിനക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തത്, ആമേൻ, നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത് സ്വർഗത്തിലെ അപ്പൻ നിന്നെ മുൻപ് നിനക്ക് വേണ്ടി ഒരുക്കി തരുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം നമുക്കവിടെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, ആമേൻ, ശത്രുക്കളുടെ മുൻപാകെ വിരുന്നൊരുക്കിയ ദൈവത്തിന്റെ സാന്നിധ്യം. ശത്രുക്കളുടെ മുൻപാകെ വിരുന്നൊരുക്കിയ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാവർക്കും സുപരിചിതമാണ്. സാരാഫത്തിലെ വിധവയുടെ ചരിത്രം, അവളുടെ ആമേൻ കഥ, അവളുടെ ജീവിത ആമേൻ പാതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒത്തിരി നമ്മൾ പ്രസംഗത്തിലൂടെ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് പകൽ സംസാരിക്കുവാനിടയായി. അവളുടെ ശത്രുക്കൾ കാണുക ദൈവം അവൾക്ക് വിരുന്നൊരുക്കിയെങ്കിൽ, ഇന്ന് പകൽ നിന്റെ ശത്രുക്കൾ കാണുക നിനക്കും ചില വിഷയത്തിന്മേൽ കർത്താവ് വിരുന്നൊരുക്കുവാൻ പോകുന്നു. ആമേൻ. ഞാൻ പറഞ്ഞതിന് മാറ്റമില്ല, അവൻ ആ വിരുന്നൊരുക്കുക തന്നെ ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഇതിനകത്തും ലൈവിൽ നിന്നും ഞാൻ കേൾക്കുവാൻ പോകുന്നു. നിന്റെ ശത്രുക്കൾ കാണുക നിനക്കവൻ വിരുന്നൊരുക്കുവാൻ പോകുന്നു. ആമേൻ. നമുക്കവിടെ കാണുവാൻ കഴിയും, ആമേൻ, ഏലിയ പ്രവാചകൻ ആഹാബിനോട് ആമേൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ആമേൻ പെയ്യത്തില്ല. അഭിഷക്തൻ വിശ്വാസത്തോടെ ആമേൻ ദൂത് വിളിച്ചു പറഞ്ഞു. പക്ഷേ ആമേൻ താൻ കടന്നു പോകുമ്പോൾ മഞ്ഞും മഴയും ഇല്ലാതെ തനിക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും? ദേശത്ത് ക്ഷാമമുണ്ടായാൽ, അല്ലെങ്കിൽ മഞ്ഞും മഴയും ഇല്ലാതിരുന്നാൽ ദേശത്ത് വിളവുണ്ടാകത്തില്ല. ആമേൻ. വിതയൽ ഉണ്ടാകത്തില്ല, കൊയ്യൽ ഉണ്ടാകത്തില്ല, മുളയ്ക്കൽ ഉണ്ടാകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇതൊക്കെ ആമേൻ ഹല്ലേലൂയ അറിയാവുന്ന ആമേൻ പ്രവാചകൻ ആമേൻ ആഹാബ് രാജാവിനോട് വെല്ലുവിളിച്ചു പറയുവാനിടയായി. ആമേൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കവിടെ ഒരു കരുതൽ കാണാം. ആമേൻ. കർത്താവ് ആമേൻ ആമേൻ പ്രവാചകനോട്, ആമേൻ, ഏലിയ പ്രവാചകനോട് ഇപ്രകാരം പറയുവാനിടയായി. 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, ആമേൻ, നമുക്കവിടെ കാണുവാൻ കഴിയും. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടത് എന്നാൽ, ആമേൻ, ആഹാബ് രാജാവിനോട് ആമേൻ ഹല്ലേലൂയ മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് താൻ തിരിയുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഏലിയ പ്രവാചകനോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാൻ അരികെ ആമേൻ കിഴക്കുള്ള
കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. ആമേൻ. കർത്താവിന് അറിയാം, ആമേൻ, പ്രവാചകൻ പ്രവചിച്ചിട്ട് പോകും. പക്ഷേ ആമേൻ, പട്ടിണി വരുമ്പോൾ, വെള്ളമില്ലാതെ വരുമ്പോൾ മറ്റുള്ളവർ തന്നെ ആക്രമിക്കും. ഭക്തനെ മറ്റുള്ളവർ ആക്രമിക്കും. ശത്രു ആമേൻ ഭക്തനെ കൊയ്തു കളയും. ശത്രു ആമേൻ ഹല്ലേലൂയ ഭക്തനെ ആമേൻ മുറിവേൽപ്പിക്കും. അത് ആമേൻ കർത്താവ് ആമേൻ ഹല്ലേലൂയ ഏലിയ പ്രവാചകനോട് പറഞ്ഞു, ആമേൻ, നീ ഇവിടെ നിന്ന് പുറപ്പെടുക. നീ ഇവിടെ നിന്ന് പുറപ്പെട്ടോ ആമേൻ ഹല്ലേലൂയ കെരീത്ത് തോട്ടിനരികത്തേക്ക് ചെന്ന് നീ അവിടെ ഒളിച്ചിരിക്കുക. ആമേൻ. കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് ആരോടോ വ്യക്തിപരമായി ദൂത് കൈമാറുന്നു. നിന്നോട് ചില സ്ഥാനങ്ങളിൽ ചെന്ന് ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മിണ്ടാതിരിക്കുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വലിയൊരു ദൈവ പദ്ധതിയുണ്ട്, വലിയൊരു ദൈവ പ്രവൃത്തിയുണ്ട്. ഇതുവരെയും ഇല്ലാത്ത ചില ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതുണ്ട്. നീ ആരാണെന്ന് ചിലരൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. നിന്നിലുള്ളത് എന്താണെന്ന്, നിന്നിലുള്ളത് എന്താണെന്ന്, നീ കരഞ്ഞതിന്റെയും നിലവിളിച്ചതിന്റെയും റിസൾട്ട് എന്താണെന്ന് ചിലരൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. ചിലരൊക്കെ അനുഭവിച്ചറിയേണ്ടതുണ്ട്. ആമേൻ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ വാക്കനുസരിച്ച് ആമേൻ ആലോചന അനുസരിച്ച് എലിയ പ്രവാചകൻ ഇതാ ആമേൻ ഹല്ലേലൂയ ആമേൻ കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുവാൻ പോകുന്നു. വീണ്ടും ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് തന്നോട് ദൂത് കൈമാറുന്നു. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദേശത്ത് ആമേൻ മഴയും ആമേൻ മഞ്ഞും ഒന്നും ആമേൻ പെയ്യത്തില്ല എന്ന് ദൂത് പറഞ്ഞ പ്രവാചകന് വേണ്ടി ആമേൻ ഹല്ലേലൂയ കർത്താവ് പറയുകയാണ്, അധികാരം കൊടുക്കുകയാണ്. നീ തോട്ടിൽ ചെന്ന് അവിടത്തെ വെള്ളം നീ കുടിച്ചോളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിന്നോട് ചില സ്ഥാനത്ത് ഒതുങ്ങാൻ പറയുമ്പോൾ നിനക്ക് വേണ്ടത് അപ്പൻ എവിടെ ഒരുക്കി തരും. ആമേൻ. കാക്കയുടെ വരവ് നിന്നാലും കെരീത്തിലെ വെള്ളം വറ്റിയാലും ഞാൻ വിശ്വസിക്കുന്നു, ഭക്തന് വേണ്ടി കെരീത്തൊരുങ്ങിയെങ്കിൽ, ഭക്തന് വേണ്ടി കാക്കയെ ഒരുക്കിയെങ്കിൽ നിനക്ക് എത്രയധികം അവൻ നൽകാതിരിക്കും. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ, നിന്റെ പ്രത്യാശ വർദ്ധിക്കട്ടെ, നിന്റെ കാഴ്ചപ്പാട് വലുതാകട്ടെ. അതെ, നിന്റെ കാഴ്ചപ്പാട് വലുതാകട്ടെ, നിന്റെ കാഴ്ചപ്പാട് വലുതാകട്ടെ. പ്രവചനം പറയുന്നവരെ നിന്റെ കാഴ്ചപ്പാട് വലുതാകട്ടെ. ഭക്തന്മാരെ നിന്റെ കാഴ്ചപ്പാട് വലുതാകട്ടെ. അതേ വിശ്വാസിയെ നിന്റെ കാഴ്ചപ്പാട് വലുതാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ തൊഴിൽ മേഖലയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, നിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, നിന്റെ തലമുറയോർത്തുള്ള കാഴ്ചപ്പാട്, നിന്റെ ഭാവിയുടെ മേൽ കാഴ്ചപ്പാട് ഏറ്റവും വലുതായിരിക്കട്ടെ. ആമേൻ. നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നോട് ആമേൻ ചില സ്ഥാനങ്ങളിൽ മിണ്ടാതിരിക്കുവാൻ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കർത്താവ് എവിടെയെങ്കിലും പോയി മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞില്ല. അവൻ വേണ്ടതെല്ലാം ഒരുക്കുന്നവന്. നീ ചില സ്ഥാനങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുവാൻ തുടങ്ങും. ആമേൻ. ചില സ്ഥാനങ്ങളിൽ നിനക്ക് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല, നിന്റെ നാവ് കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല, നിന്റെ മേലുള്ള അഭിഷേകം കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ചില സ്ഥാനങ്ങളിൽ നീ മിണ്ടാതിരിക്കണം. വേണമെങ്കിൽ ഹല്ലേലൂയ ആമേൻ ഹീറോയിസം കാണിച്ച് ഏലിയാവിന് അവിടെ തന്നെ ഇരിക്കാമായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, ആമേൻ, നിനക്ക് വേണ്ടി ഞാൻ കരുതാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഞാൻ കാക്കയെ കൽപ്പിച്ചിട്ടുണ്ടോ, നിനക്ക് വെള്ളം കുടിക്കാൻ കെരീത്തിനെ അവിടെ കൽപ്പിച്ചിട്ടുണ്ടോ, നീ പോവാൻ നിന്നോട് എന്തെങ്കിലും കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോട് എവിടെയെങ്കിലും രാജ്യത്ത് കാലുകുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ ചില സ്ഥാനങ്ങളിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ചെയ്യേണ്ടത് ഭംഗിയായി ചെയ്തു കഴിഞ്ഞു. അവൻ ഭംഗിയായി ചെയ്തു കഴിഞ്ഞു. അവൻ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞിട്ട് അവിടേക്ക് അയച്ചത്. വേണ്ടതെല്ലാം ചെയ്തു, വേണ്ടതെല്ലാം ക്രമീകരിച്ചു. ജൂഡാമന ഹംദനാരകൾ ശമന അടകതരകടക ശംദനാരകൾ കടകസി റീമാനകടക ശംദനാരകൾ പ്രൗഢമന. ഒരു ദൈവ പൈതന്, ഒരു ഭക്തന് കരുതേണ്ടത് സ്വർഗത്തിലെ അപ്പൻ കരുതും. നിന്റെ ആവശ്യം എന്തെന്ന്, നിന്റെ സാഹചര്യം എന്തെന്ന്, നിന്റെ അവസ്ഥ എന്തെന്നറിഞ്ഞ് നിനക്ക് വേണ്ടി കരുതുന്ന കരുതൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കവിടെ വീണ്ടും ആമേൻ ഹല്ലേലൂയ പറയുവാൻ
കഴിയും. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പനകര പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദ്ദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നു കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ എല്ലാം വേണ്ടതൊക്കെയും സ്വർഗത്തിലെ അപ്പൻ കരുതി കൊടുത്തു. 3 നേരം കഴിപ്പാനുള്ളതും കുടിപ്പാനുള്ളതും അവൻ കാക്കയിലൂടെ കൊണ്ടുകൊടുത്തെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിന്റെ ആവശ്യം എന്തെന്നറിഞ്ഞോ, നിന്റെ സാമ്പത്തികത്തിന്റെ ഞെരുക്കം എന്തെന്നറിഞ്ഞോ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തെന്നറിഞ്ഞോ, അതെല്ലാം ഭംഗിയായി ചെയ്യാൻ സ്വർഗത്തിലെ അപ്പന് കഴിയും. നീ വിചാരിക്കോ എൻ്റെ ജീവിതത്തിൽ ഒരു പച്ചപ്പില്ല, എൻ്റെ ജീവിതത്തിനകത്ത് ഒന്നും നടക്കുന്നില്ല, ഇല്ല പറയരുത്. ഇതെല്ലാം ഇങ്ങനെ തന്നു നിർത്തിയിരിക്കുന്നൊരു സ്വർഗത്തിലെ അപ്പനുണ്ട്. ആമേൻ. അവൻ നിനക്ക് വേണ്ടി കരുതും, അവൻ നിനക്ക് വേണ്ടി ആമേൻ അത്ഭുതം പ്രവർത്തിക്കും. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ, വിതയില്ല, ആമേൻ കൊയ്ത്തില്ല, മുളയില്ല, ഒന്നുമില്ല. ആമേൻ ഹല്ലേലൂയ. ഭക്തൻ പ്രവചിച്ചതല്ലേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ആമേൻ ഈ ദേശത്ത് ഉണ്ടാകത്തില്ല. ഇതാ ക്ഷാമം ഉണ്ടാകുവാനിടയായി, ദേശമെങ്ങും വരൾച്ചയുണ്ടായി. ആമേൻ. 7-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഭക്തനെ അവിടെയും പട്ടിണിക്കിടാൻ ദൈവത്തിന് പദ്ധതിയില്ല. പ്രിയ ദൈവ പൈതലേ, നിന്നെ അവിടെയും പട്ടിണിക്കിടാൻ, നിനക്ക് അവിടെയും ശൂന്യത വരുത്തുവാൻ, നിന്റെ ജീവിതത്തിൽ ഒന്നിനും മുട്ടുവരുത്തുവാൻ കടമുണ്ട് ശരിയാ, ലോണുണ്ട് ശരിയാ, പലിശക്കടമുണ്ട് ശരിയാ, ആമേൻ, കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ട് ശരിയാ. പക്ഷെ അവിടെയൊന്നും നീ തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല, അവനത് ചെയ്യത്തില്ല. ഭക്തനെ അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ, പ്രവചനം പറഞ്ഞിട്ടവൻ പോയപ്പോൾ അവന് വേണ്ടതെല്ലാം കൊടുത്തെങ്കിൽ ദേശത്ത് കടുത്ത വരൾച്ചയുണ്ടായി, വെള്ളവും ഇല്ല, കാക്കയുടെ വരവ് നിന്നു. ആമേനൊന്ന് ചിന്തിക്കണമേ, വെള്ളവും ഇല്ല, കാക്കയുടെ വരവ് നിന്നു. എനിക്കറിയത്തില്ല ലൈവിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ആരോ, ഏതോ ഒരു മാതാവ് ഇങ്ങനെ കരയുന്നുണ്ട്. മകൻ കടന്നുപോയി, ആമേൻ, മകൾ കടന്നുപോയി, നല്ല ശമ്പളത്തോടെയുള്ള ജോലിയൊക്കെ കിട്ടി, അല്പ ദിവസമൊക്കെ അയച്ചു കൊടുത്തു, അപ്പനെയും അമ്മയും കരുതി, ഇന്നൊന്നുമില്ല. ആമേൻ. കാക്കയുടെ വരവെല്ലാം നിന്നു. പ്രിയ മാതാവേ, കരയുന്ന നിന്റെ കണ്ണുനീര് ഉയരത്തിലേക്കാകട്ടെ. നിന്റെ തലമുറയെ നീ നോക്കി കരയരുത്, നിന്റെ ആവശ്യം നിന്റെ അപ്പനെ നോക്കി കരയോ. ആമേൻ. അടഞ്ഞ ചില ആമേൻ വാതിലുകൾ, ആമേൻ, വറ്റിപ്പോയ ചില നീർത്തോടുകൾ, ചില കെരീത്തുകളെ പരിശുദ്ധാത്മാവ് തുറന്നു വിടുവാൻ പോകുന്നു. ചില കാക്കയുടെ വരവ് വരാൻ പോകുന്നു. 6 മാസത്തിലൊരിക്കലല്ല, വർഷത്തിലൊരിക്കലല്ല, ഡെയിലി ഡെയിലി. എനിക്കറിയത്തില്ല ആരോടെ പരിശുദ്ധാത്മാവ് പറയുന്നു. 6 മാസത്തിലൊരിക്കൽ കരുതുന്ന കരമല്ല, വർഷത്തിലൊരിക്കൽ കരുതുന്ന കരമല്ല, 10 വർഷത്തിലൊരിക്കൽ കരുതുന്ന ഒരു നന്മയല്ല. ഡെയിലി നിനക്ക് നന്മ വരികയോ, ഡെയിലി നീ വറ്റിപ്പോകുവാൻ അനുവദിക്കത്തില്ലെന്ന് ജൂഡമര അധാരഘടക ശബ്ദനാരകൾ കടകസി അർത്ഥപ്രൗഢവന ദീപലഘടക ശബ്ദനാരകൾ കടകസി. ആമേൻ. ആരൊക്കെയോ കെരീത്ത് വറ്റിയത് കണ്ട് കരയുന്നുണ്ട്. ആരൊക്കെയോ ആമേൻ ഹല്ലേലൂയ മഴ പെയ്യാത്തതിനെ ഓർത്ത് കരയുന്നുണ്ട്. ആരൊക്കെയോ ചില കാക്കയുടെ വരവ് നിന്നതിനെ ഓർത്ത് കരയുന്നുണ്ട്. ആ കാക്കയുടെ വരവ് നിന്നതിനായി സ്തോത്രം പറ. ആമേൻ. ആ കെരീത്ത് വറ്റിയതിനെ ഓർത്ത് നീ ദൈവത്തിന് സ്തോത്രം പറ. ചില കെരീത്തുകളൊക്കെ നിനക്ക് അനുഗ്രഹത്തിന്, ചില കെരീത്ത് വറ്റിയത് അതൊരു വലിയ അനുഗ്രഹത്തിന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില ആമേൻ സമയത്ത് മഴയൊന്നും ഇല്ലാത്തത് നല്ലത്. ചിലതൊക്കെ അറിയണ്ടേ, ആ തീ എന്തെന്ന് അറിയണ്ടേ. അതുകൊണ്ട് ചില ഞെരുക്കമൊക്കെ നല്ലത്. ചിലതൊക്കെ നീ ഭംഗിയായി വിനിയോഗിക്കാൻ, ചിലതൊക്കെ നീ ഭംഗിയായി പഠിക്കുവാൻ. ആമേൻ. ദൂത് പറയുമ്പോൾ ആർക്കും പിടിക്കത്തില്ല, എനിക്ക് സാരമില്ല. പക്ഷെ ഞാൻ ആമേൻ അഭിഷേകത്തോടെ ഞാൻ പറയട്ടെ, ഞാൻ നിറവോടെ പറയട്ടെ, ചില കെരീത്തുകൾ വറ്റിയത് നിനക്കൊരു വലിയ ദൈവ പ്രവർത്തിക്കുക. ചില കാക്കയുടെ വരവ് നിന്നത് ആമേൻ വലിയൊരു വിടുതലിന്, ചില കൊയ്ത്തിൽ നിന്ന് മാറ്റിവിട്ടത്, റൂട്ട് മാറ്റിവിട്ടത് വലിയൊരു ദൈവ പ്രവർത്തിക്കാണെന്ന് ശബ്ദന അധാരഘടക ശബ്ദനാരകൾ കടകസി. പഴയതിനെ അങ്ങ് മറന്നു കളയുവാൻ, ആമേൻ, പഴയതിനെ അങ്ങ് മറന്നു കളയുവാൻ, പഴയ സാഹചര്യങ്ങളെ വിട്ടുകളയുവാൻ, പഴയ അവസ്ഥകളെ വിട്ടുകളയുവാൻ. ആമേൻ ഹല്ലേലൂയ. കെരീത്ത് വറ്റിയപ്പോ ആമേൻ കാക്കയുടെ വരവ് നിന്നപ്പോൾ, ആമേൻ, കാക്കയ്ക്ക് കൊണ്ടുവരാനൊന്നുമില്ല, പിന്നെ എങ്ങനെ കാക്ക കൊണ്ടു കൊടുക്കും? ആമേൻ. കാക്കയുടെ പക്കലുള്ളതെല്ലാം തീർന്നു, കാക്ക വന്ന നാട്ടിലെല്ലാം
തീർന്നു. ഞാൻ ചിന്തിക്കുന്നു, ആമേൻ ഹല്ലേലൂയ, ആഹാബിന്റെ നാട്ടിൽ നിന്നായിരിക്കും, പ്രവചനം പറഞ്ഞിട്ട് വന്ന നാട്ടിൽ നിന്നായിരിക്കും കാക്കയെ ദൈവം അയച്ചത്. ആമേൻ. വെള്ളം കെരീത്തിൽ നിന്ന് കിട്ടി. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കണമേ, ആമേൻ ഹല്ലേലൂയ, ആമേൻ. ആ ബറ്റൽ കഴിഞ്ഞ് ഭക്തനോട് പരിശുദ്ധാത്മാവ് വീണ്ടും സംസാരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. കെരീത്ത് വറ്റിയാലോ, കാക്കയുടെ വരവ് നിന്നാലോ, ഞാൻ നിന്നെ അടുത്ത് മാനിക്കാൻ പോകുകയാ. നീ മാത്രം മാനിക്കപ്പെട്ടാൽ പോരാ. ആമേൻ. മരണത്തിന് വേണ്ടി കിടക്കുന്ന ചിലരൊക്കെ പുറത്തു വരുവാനുണ്ട്. നീ മാത്രം ആമേൻ രക്ഷപ്പെട്ടാൽ പോരാ. നിന്നോടൊപ്പം ചിലതിനെയും പോറ്റുവാൻ എനിക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ആമേൻ. 9ാമത്തെ വാക്യം, ആമേൻ 8-9 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. ആമേൻ. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടത് എന്നാൽ നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു വറ്റൽ സംഭവിച്ചാലും ദൈവം നിന്നെ അടുത്ത് കൊണ്ടുപോകുന്നത് വേറൊരു വർദ്ധനവിലേക്ക്. ആമേൻ. അത് അഭിഷേകവാ. ആമേൻ. കെരീത്ത് വറ്റിയപ്പോഴും, ആമേൻ ഹല്ലേലൂയ, ആമേൻ കാക്കയുടെ വരവ് നിന്നപ്പോഴും ഭക്തൻ അതിനകത്തിരുന്ന് ആരാധിച്ചു കാണും, സ്തുതിച്ചു കാണും. ഞെരുക്കം വരുമ്പോൾ നീ സ്തുതിച്ചു തുടങ്ങിക്കോ. അഭിഷേകം പുറത്തു കൊണ്ടുവന്നു. റമനക ശബ്ദന റീബാലകടക ശബ്ദനാരകൾ കടകസി. ചില ഒറ്റപ്പെടലൊക്കെ വലിയൊരു ദൈവ പ്രവർത്തിക്കുക. ചില ഞെരുക്കമൊക്കെ അടുത്തൊരു പണിയലിന് വേണ്ടിയാ. റമന ശബ്ദന റഖലെ ശബ്ദന റീബാലകടകസി. ആ കഷ്ടതയുടെ നടുവിലോ നിന്റെ നോവിന്മേലുള്ള അധികാരത്തെ നീ പുറത്തെടുക്കുവാൻ തയ്യാറാകുക. ചില അധികാര കൈമാറ്റങ്ങള് മാതാവിൽ നിന്ന് മക്കളിലേക്ക്, മക്കളിൽ നിന്ന് തമൻ മാതാപിതാക്കളിലേക്ക്, റമന ശബ്ദ റീഖാലകടക ശബ്ദന. ചില അധികാര കൈമാറ്റങ്ങൾ ജൂഡമന ഹംദനാരകൾ ശമന അടകതരകടക ശബ്ദന. അതേ മാതാവേ, നീ ഇവിടെ നിന്ന് ടാറ്റ പറയുന്നതിന് മുമ്പേ നിന്റെ തലമുറ എഴുന്നേൽക്കേണ്ടതുണ്ട്. നീ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ നിന്റെ മരുമക്കളെ പിടിക്കേണ്ടതുണ്ട്, നിന്റെ കൊച്ചുമക്കളെ പിടിക്കേണ്ടതുണ്ട്. അവരത് അറിഞ്ഞിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഒരു അധികാര കൈമാറ്റത്തെ. റമന ശബ്ദനെ റീഖാലകടക ശബ്ദന അധാരകടക ശബ്ദനാരകൾ കടകസി. ജൂഡമന ഹംദനാരകൾ പ്രൗഢമന റീഖലക ശബ്ദനാരകാനകടകസി അന്ത പ്രൗഢമന ദീമാനകടക ശബ്ദനാരകൾ പ്രൗഢമനെ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Amen. Hallelujah. ഭക്തനോട് ഇതാ ആമേൻ കർത്താവ് പറയുവാനിടയായി നിനക്ക് വേണ്ടി സാരാഫത്തിലെ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. ആമേൻ. ഭക്തൻ ചിന്തിച്ചു കാണും, അയ്യോ വിധവയല്ലാത്ത ആരുടെയെങ്കിൽ വീട്ടിൽ എന്നെ വിട്ടൂടെ. ആമേൻ. വിധവയാണെങ്കിൽ അറിയാം, ആമേൻ ഭർത്താവില്ല, അവളുടെ കയ്യിൽ എന്തെങ്കിലും അല്പമേ കാണൂ. പക്ഷെ കർത്താവിന്റെ വാക്കിനനുസരിച്ച് കർത്താവ് എന്ത് പറഞ്ഞു അതിനനുസരിച്ച് ഭക്തൻ മുൻപോട്ട് പോകുവാൻ തയ്യാറായി. ശുശ്രൂഷയിൽ നിൽക്കുന്ന അഭിഷക്തരെ, ആമേൻ ക്രിസ്തീയ ഗോളത്തിൽ നിൽക്കുന്ന അഭിഷക്തരെ, നിങ്ങളോട് ഞാനൊരു ദൂത് പറയട്ടെ. ദൈവം എന്ത് നിന്നോട് കൽപ്പിച്ചാലും അതിന് നീ നോ പറയരുത്. ആമേൻ. നീ നോ പറയരുത്. നീ നോ പറയരുത്. കർത്താവ് നിന്നോട് എന്ത് കൽപ്പിച്ചാലും നീ നോ പറയരുത്. അതുകൊണ്ടാണ് 1.25 വയസ്സായ തലമുറയെ നാട്ടിലാക്കിയിട്ട് നിന്നോട് പോകാൻ പറഞ്ഞപ്പോൾ ആമേൻ ഞാൻ ആ ദൂതിന് മുമ്പ് സമർപ്പിക്കുവാനിടയായി. അപ്പ ഏത് നാട്ടിലായാലും ഞാൻ ഒരു തരത്തിലും ടെൻഷൻ അനുഭവിച്ചില്ല. ആമേൻ. എൻ്റെ ഭർത്താവിനെ ഇട്ടിട്ടോ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഇട്ടിട്ടോ, ആമേൻ മൂത്ത മകനെ ഇട്ടിട്ടോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് വിവിധ മേഖലകൾ ഇട്ടിട്ടോ എനിക്ക് പോകുന്നതിന് യാതൊരു ആമേൻ അങ്കലാപ്പും ഇല്ലായിരുന്നു. കാരണം കർത്താവ് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് മുൻപായി അവൻ ദൂതനെ അയക്കും. ചിലത് ചെയ്യാൻ വേണ്ടിയാ നിന്നോട് പോകാൻ പറയുന്നത്, ചിലത് ചെയ്യാൻ വേണ്ടിയാ നിന്നോട് പോകാൻ പറയുന്നത്. മടിച്ചിരിക്കരുത്. ഭക്തന് വേണ്ടത് കരുതുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഒരു ഭക്തന് വേണ്ടത് ആമേൻ കരുതുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഭക്തന് വേണ്ടത് സ്വർഗത്തിലെ അപ്പൻ കരുതും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടതല്ല, നിനക്ക് വേണ്ടതല്ല. നിന്നോട് ഇറങ്ങാൻ പറഞ്ഞാൽ വിശ്വാസത്തോടെ ഇറങ്ങാൻ തയ്യാറാകണം. നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ നീ ചില സ്ഥാനങ്ങളിൽ മിണ്ടാതിരിക്കുവാൻ തയ്യാറാകണം. കാരണം നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്, നിന്റെ നാവിന്മേലൊരു അധികാരമുണ്ട്. നീ ഒരു തീയായി മാറുമെങ്കിൽ, നീ ഒരു തീയായി മാറുമെങ്കിൽ ചില ആമേൻ പച്ചക്കൊള്ളികൾ കത്തുവാൻ തുടങ്ങും. നിന്റെ മേലുള്ള തീ, നിന്റെ മേലുള്ള അഭിഷേകം ചില പച്ച ആമേൻ വിറകുകളെ അവൻ കത്തിക്കും.
അറിയുവാനിടയായി തീരും. ജൂഡാമന ഹതാന ഘടക ശബ്ദനാരകൾ ഘടകസി അർത്ഥപ്രൗഢമന ദീപല ഘടക ശബ്ദാന വൈഡമന ദീപല ഘടക ശബ്ദന. അതേ, കുടുംബങ്ങൾക്കകത്തേക്ക് കത്തി തുടങ്ങട്ടെ, തലമുറകൾക്കകത്ത് മുൻപോട്ട് വിടുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു വാദിക്കുന്ന മണ്ഡലം നിന്റെ ആമൻ തലയ്ക്കകത്ത് ആമൻ ആമൻ ഒതുക്കി കൂട്ടിയ ചില ചിന്തകൾ ഇന്ന് പകൽ റിലീസ് ആകുവാൻ കൽപ്പിക്കുന്നു. ചൂടാമന അധാരഘടക ശബ്ദനാരകൾ ഘടകസി. ആത്മീകത്തിൽ ഒരു ചുവട് മുൻപിലോട്ട് വെക്കുമ്പോൾ തലയ്ക്കകത്ത് എടുത്തു വെക്കുന്ന ചില ചിന്തകൾ, നിന്റെ ഹൃദയത്തിനകത്ത് ഓടി വരുന്ന ചില ചിന്തകൾ ഇന്ന് പകൽ ചിലതിനോട് നോ പറയുവാൻ തയ്യാറാകുക. നിനക്ക് വേണ്ടി കരുതുന്ന കരമുണ്ട്. നിന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ കരുതുവാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഇതാ ഭക്തൻ ഇതാ സാരാഫത്തിലെ വിധവയുടെ അടുക്കലേക്ക് വന്നു. ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ ആമേൻ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ഭക്തന്റെ കണ്ണിൽ ആമേൻ ആമേൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ ആലോചന തന്റെ ഉള്ളിൽ ആമേൻ എത്തുവാനിടയായി. ഞാൻ ചെല്ലുമ്പോൾ ഒരു വിധവയുടെ ഭവനത്തിലേക്ക് എന്നെ അയക്കുന്നേ, ഒരു വിധവയായി എനിക്ക് വേണ്ടി കരുതുന്നേ. ആമേൻ, ഹല്ലേലൂയ. ആ വിധവയോട് ഇങ്ങനെ ആമേൻ പറയുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ ആമേൻ വെള്ളം തരണം. ആമേൻ. അവൾ സന്തോഷത്തോടെ അല്പം വെള്ളമല്ലേ കൊടുക്കേണ്ടത്. ആമേൻ. എടുക്കുവാൻ പോകുമ്പോ ആമേൻ വീണ്ടും പുറകിൽ നിന്നൊരു ശബ്ദം, എനിക്ക് വേണ്ടി ആമേൻ അടകൂടെ കൊണ്ടുതരണോ. ആമേൻ. ഞാൻ ചിന്തിക്കും, നമ്മുടെ നാട്ടിലാണെങ്കിൽ ആമേൻ എല്ലാവരും ചിന്തിക്കും, ആമേൻ കഴിച്ചോണ്ട് ഞാൻ മരിക്കാൻ നിൽക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ആമേൻ ആമേൻ അത് അട ചോദിക്കാൻ വന്നിരിക്കുന്നു. ആമേൻ. ഞങ്ങളെ ചാകാൻ പോലും വിടത്തില്ലേ. ആമേൻ. ഞാൻ ചിന്തിക്കുന്നു, കാഴ്ചപ്പാടുള്ള വിധവ ആമേൻ ഭക്തനെ ഒരിടത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ ആ വിധവയ്ക്ക് കാഴ്ചപ്പാട് കാണും. അവൾ ചിന്തിച്ചു കാണും, എന്തായാലും ഞങ്ങൾ മരിക്കാൻ പോകുന്നു, തിന്നാലും തിന്നില്ലേലും ഞാൻ മരിക്കാം, പക്ഷെ ഭക്തൻ ജീവിക്കണമല്ലോ. ആമേൻ. എന്നിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നവൻ ജീവിക്കണമല്ലോ. അവൾ മരിച്ചാലും മറ്റൊരുവൻ ജീവിക്കണമെന്നുള്ളൊരു വാഞ്ച. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല ആരെയൊക്കെ കർത്താവ് അഭിഷേകം ചെയ്യുവാൻ പോകുന്നു, ആരെയൊക്കെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ പോകുന്നു. ജൂഡമന അധാരഘടക ശബ്ദന റേഖലെ ഘടകസിയ അധാരഘടക ശബ്ദനാരകൾ പ്രൗഢമന. ആമേൻ, ഹല്ലേലൂയ. ഒരു പെറുപെറുപ്പുമില്ലാതെ അവൾ മറുപടി പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ. ഞാനും എൻ്റെ മകനും ആമേൻ, ഞാനൊരു വിധവയാണ്, ഞാനും എൻ്റെ മകനും ഈ വിറക് പിറക്കിക്കൊണ്ടുപോയി ആമേൻ കയ്യിലുള്ള അല്പം മാവ് കൊണ്ട് അടയുണ്ടാക്കി മരിക്കുവാനിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. മരിക്കാനിരിക്കുന്ന ഭവനത്തിലേക്ക് പ്രവാചകനെ അയച്ചുവെങ്കിൽ മരണത്തിന്റെ കിടക്ക വിരിച്ചു കിടക്കുന്ന ഏതൊക്കെയോ വീടിനകത്തേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുകൊണ്ട് ആമേൻ നീ മരിക്കുവാനുള്ളവൻ, നീ മരിക്കുവാനുള്ളവളല്ല. നിന്റെ ജീവിതത്തെ നോക്കി നീ അഭിഷേകത്തോടെ വിളിച്ചു പറ, ഈ കടക്കണി കൊണ്ട് ഞാൻ മരിക്കേണ്ടവനല്ല, ഈ കടക്കണി കൊണ്ട് ഞാൻ മരിക്കേണ്ടവളല്ല, ഈ നിന്ന കേട്ട് ഞാൻ മരിക്കേണ്ടവനല്ല, ജോലി ഇല്ല എന്ന വിഷയത്തിന് വേണ്ടി എന്റെ ജീവിതം ഒടുക്കേണ്ട കുടുംബമല്ല. ആമേൻ. എന്റെ ഫാമിലി തകർന്നെന്ന് പറഞ്ഞ് എന്റെ ജീവിതം ഒടുക്കിക്കളയേണ്ടവനല്ല. അവൻ എന്റെ പാറ, അവൻ എന്റെ പാറ, എന്നെ നടത്തുവാൻ അവന് കഴിയും. ജൂഡാമന അധാരഘടക ശബ്ദന മരിക്കുവാൻ ഇരിക്കുന്നവൾക്ക് വേണ്ടി ആമേൻ കലത്തിലെ മാവ് കുറയുവാൻ കർത്താവ് അനുവദിച്ചില്ല. ഭക്തനെ മാനിച്ചത് കൊണ്ട്, ഭക്തനെ പോറ്റിയത് കൊണ്ട് അഭിഷേകമുള്ളവനെ ആമേൻ അഭിഷേകമുള്ളവനെ പുലർത്തുവാൻ അവൾ തയ്യാറായപ്പോൾ, അവൾ കൊടുക്കുവാൻ തയ്യാറായപ്പോൾ, അവളുടെ മരണവും അവളുടെ കുഞ്ഞിന്റെ മരണവും അവൾ ചിന്തിക്കാതെ ഭക്തന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായപ്പോൾ, ഭക്തന് വേണ്ടി ആ വാതിലൊന്ന് തുറന്നു കൊടുക്കാൻ തയ്യാറായപ്പോൾ, ഒന്ന് ചിന്തിക്കണമേ, അവൾ മാവ് ഉണ്ടാക്കും തോറും ഞാൻ ചിന്തിക്കുന്നു, അവൾ അട ഉണ്ടാക്കും തോറും ആ മാവ് വർദ്ധിച്ചു കൊണ്ടിരുന്നു കാണും. ശംഭനാരകൽക്കടകസി അതൊരു ദൂതാകേട്ടോ, അതൊരു ദൂതാകേട്ടോ, ഒന്ന് ഏറ്റെടുത്തോളേ, അതിനെ ഒന്ന് ചാടി പിടിച്ചോളേ. മരിക്കാനിരുന്നവൾ കയ്യിലുണ്ടായിരുന്ന അല്പം മാവിനെ എടുത്ത് ആമൻ കുഴയ്ക്കാൻ തുടങ്ങിയപ്പോ ആമൻ വർദ്ധിച്ചു കാണും. അവ കടക്കുവാൻ കഴിയാത്ത സന്തോഷം വന്നു കാണും. അവൾ ആ അത്ഭുതം കണ്ടു കാണും. കൊടുക്കാൻ തുടങ്ങിയപ്പോ ആമേൻ ആമേൻ അത് ഉണ്ടാക്കാൻ എടുത്ത എണ്ണ അങ്ങ് നിറഞ്ഞു കവിയാൻ തുടങ്ങിക്കാണും. ആ കലത്തിലെ മാവിത നിറഞ്ഞു കവിയാൻ തുടങ്ങിക്കാണും. അവൾ കൊടുത്ത വെള്ളം വേറെ എവിടെ വച്ചിട്ട്
വന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഭക്തനെ നിന്റെ മുമ്പിൽ അയച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഒരു ഭക്തനെ നിന്റെ മുമ്പിൽ അവൻ ആക്കിയിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, അത് നിന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാ, നിന്നെ കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാ. ആമേൻ. അന്ന് വരെ ആമേൻ എല്ലാ ശത്രുക്കളും നോക്കി വിധവയോട് പറഞ്ഞു കാണും, നിനക്ക് ഭർത്താവില്ല, ഈ മകനെയും കൊണ്ട് നീ മരിക്കുവാൻ പോവുകയാണല്ലോ. ആമേൻ. ആ ശത്രുക്കളുടെ മുമ്പാകെ അവളുടെ തലയെ ശത്രുവിന്റെ മുമ്പിൽ തലകുനിക്കുവാൻ അനുവദിക്കും. അവളുടെ തലയെ നിവർക്കുമാറാക്കി അവളുടെ ശത്രുക്കൾ കാണെ അവൾക്കൊരു വലിയ വിരുന്നൊരുക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ശത്രുക്കൾ കാണെ നിനക്കവൻ വിരുന്നൊരുക്കുവാൻ പോകുന്നു. നിന്റെ പ്രശ്നങ്ങൾക്ക് മധ്യേ, നിന്റെ സാഹചര്യങ്ങൾക്ക് മധ്യേ നിനക്കവൻ വിരുന്നൊരുക്കുവാൻ പോകുന്നു. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറ. അവൻ എൻ്റെ തലയെ, ആമേൻ, എൻ്റെ ശത്രുക്കൾ കാണെ അവൻ എൻ്റെ തലയെ ഉയർത്തുവാൻ പോകുന്നു. അവൻ ആ മാന്യത എനിക്ക് നൽകുവാൻ പോകുന്നു. എനിക്കറിയത്തില്ല ആർക്കൊക്കെയോ അപ്പൻ ചില വാതിലുകൾ തുറന്നു വെച്ചു. ആമേൻ. ഇന്ന് പകല് ആർക്കൊക്കെയോ കർത്താവ് വാതിൽ തുറന്നു വെച്ചു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. വിധവയുടെ ആമേൻ കലത്തിലെ മാവ്, ആമേൻ, ഭരണിയിലെ എണ്ണയും വെള്ളവും വറ്റാൻ അനുവദിക്കാത്ത ദൈവം നിന്നെ വറ്റിച്ചു കളയുവാൻ അവൻ അനുവദിക്കത്തില്ല. ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പായി നീ സാക്ഷ്യം പറയുവാൻ പോകുന്നു. രാജ്യത്തിനകത്ത് കടന്നുവെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങൾ നിനക്ക് വിരോധമാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലോ, ചില രാജ്യത്തിന്റെ നിയമങ്ങൾ അതേ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി ചില നിയമങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റി എഴുതുകയാ. ചൂടാമന ഹംദനാരകൾ ശമന. അല്പസമയം കൂടെ കണ്ണുകൾ അടച്ചാട്ടെ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങൾ ഈ പകൽ ഒരുമിച്ച് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പ പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിച്ചു. നിന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇന്ന് പകലിലും അപ്പ തളർന്നും തകർന്നും ക്ഷീണിച്ചുമായിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി അപ്പനങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. അവർക്ക് വേണ്ടി അപ്പനങ്ങ് കരുതുന്നതിനായി സ്തോത്രം. അവരുടെ ശത്രുക്കൾ മുൻപാകെ നീ അവരെ മാനിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ഉയർച്ചകളും നൽകി മാനിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.